ഹായ് ഫ്രണ്ട്സ്, വിന്നാഗ്രികോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴവെള്ള സംഭരണത്തിനും മത്സ്യം വളർത്തുന്നതിനും വേണ്ട പടുതാക്കുളം അഥവാ ഷീറ്റ് പോണ്ടിൻ്റെ നിർമ്മാണ രീതികളും സംരക്ഷണ രീതികളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൃഷി ആവശ്യത്തിനും മത്സ്യം വളർത്തുന്നതിനും വേണ്ടിയുള്ള ജലസംഭരണത്തിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗമാണ് പടുതാക്കുളം. ഇന്ന് ഇതിന് വളരെയേറെ പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശരിയായ തോതിലുള്ള സംരക്ഷണം നടത്താത്തതും നിർമ്മാണത്തിലുള്ള തകരാറുകളും മൂലം പല പോണ്ടുകളും ഉപയോഗശൂന്യമായി പോകുന്നത് കാണാം. പോണ്ട് നിർമ്മിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ തന്നെ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ചതുപ്പ് നിലങ്ങൾ, വേനൽക്കാലത്ത് പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഉറവയുള്ള സ്ഥലങ്ങൾ എന്നിവ ഈ രീതിയിലുള്ള പോണ്ട് നിർമ്മാണത്തിന് അനുയോജ്യമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ കുളങ്ങളാണ് നല്ലത്. മണൽ കലർന്ന മണ്ണിലാണ് പോണ്ട് നിർമ്മിക്കുന്നതെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള സൈഡ് ചെരിവ് കൂടുതലായി കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. സൈഡിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചുമന്ന മണ്ണുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെരിവ് കുറച്ച് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുളത്തിന് മുകളിൽ റൂഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുളത്തിൻ്റെ വീതി 7 മീറ്ററിൽ കൂടാതെ നോക്കണം. എങ്കിൽ മാത്രമേ രണ്ട് സൈഡിലും പില്ലർ കൊടുത്ത് ആർച്ച് നിർമ്മിക്കുമ്പോൾ ചിലവ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കുഴിയെടുക്കുമ്പോൾ 2.5 മീറ്റർ താഴേക്കും 1 മീറ്റർ ഉയരത്തിൽ സൈഡ് ഭാഗങ്ങളിലേക്കും മണ്ണ് ഉയർത്തുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ വർഷക്കാലത്ത് പുറത്തുനിന്നുള്ള വെള്ളം കുളത്തിലേക്ക് കയറാതിരിക്കുകയുള്ളൂ. മാത്രമല്ല, കുഴി അധികം താഴ്ത്താതെ തന്നെ വെള്ളം കൂടുതലായി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. പോണ്ടിൻ്റെ ജലസംഭരണശേഷി കണക്കാക്കുന്നത് കുളത്തിൻ്റെ നീളം, വീതി, താഴ്ച എന്നിവ കണക്കാക്കിയാണ്. ഉദാഹരണത്തിന് 7 മീറ്റർ വീതിയും 10 മീറ്റർ നീളവും 4 മീറ്റർ താഴ്ചയുമുള്ള ഒരു പോണ്ടിന് ഏകദേശം 250 ക്യൂബിക് മീറ്ററാണ് വോളിയം വരുന്നത്. ഒരു ക്യൂബിക് മീറ്റർ വോളിയത്തിൽ കൊള്ളുന്ന വെള്ളം 1000 ലിറ്ററാണ്. 2,80,000 ഈ കുളത്തിൻ്റെ വാട്ടർ കപ്പാസിറ്റി. പോണ്ടിൻ്റെ സൈഡ് ഭാഗത്തിൻ്റെ ചെരിവ് കൂടുന്നതിനനുസരിച്ച് അളവിൽ ചെറിയ വ്യത്യാസം വരാവുന്നതാണ്. പോണ്ട് മണ്ണ് മാറ്റി വൃത്തിയാക്കിയതിനു ശേഷം സൈഡ് ഭാഗങ്ങളിലും അടിഭാഗത്തും മണ്ണ് തന്നെ കുഴച്ചെടുത്ത് തേച്ച് പിടിപ്പിച്ച് മിനുസപ്പെടുത്തേണ്ടതാണ്. വീഡിയോ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഷീറ്റ് വിരിച്ചതിന് ശേഷം വെള്ളം നിർത്തി കഴിയുമ്പോൾ കല്ല് ഉള്ള ഭാഗത്ത് ഷീറ്റ് പഞ്ചറായി പോകാനും വാട്ടർ ലീക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചിതലിൻ്റെ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ മണ്ണ് കെമിക്കൽ ട്രീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൃത്യമായി ഫിനിഷിംഗ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയറായി പഴയ ഫ്ലെക്സ് ഷീറ്റുകളോ ചാക്കുകൾ തുന്നിച്ചേർത്തതോ ഉപയോഗിക്കാം. ഇതുകൂടാതെ വീഡ് മാറ്റ് അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈൽ ഷീറ്റുകൾ വിരിച്ചു കൊടുക്കുക. വീഡിയോ ശ്രദ്ധിക്കുക. അതിനുശേഷം വേണം HDP ഷീറ്റ് വിരിക്കുവാൻ. ഇതിനായി കുളത്തിൻ്റെ സൈസ് അനുസരിച്ച് ഷീറ്റിൻ്റെ തിക്നെസ് കണക്കാക്കേണ്ടതാണ്. $300, $500, $750,
1000 എന്നീ മൈക്രോണുകളിൽ ഷീറ്റുകൾ ലഭ്യമാണ്. ഷീറ്റുകൾ കുളത്തിൻ്റെ അളവിന് അനുസരിച്ച് ജോയിൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഷീറ്റിൻ്റെ അളവ് എടുക്കുന്ന രീതി വീഡിയോയിൽ കാണുക. ഷീറ്റ് വിരിച്ചതിന് ശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന ആങ്കർ പോയിന്റിൽ ഇറക്കി വെച്ച് മണ്ണ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ വാക്ക് വേയിൽ റബ്ബർ മാറ്റ് ഉപയോഗിക്കുക. വളരെ എളുപ്പത്തിലുള്ള ഈ പോണ്ടിൻ്റെ നിർമ്മാണത്തിന് ശേഷം 4 സൈഡ് ഭാഗങ്ങളിലും നിർബന്ധമായും ഫെൻസിങ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ, പട്ടി, പൂച്ച, എലി, കുറുക്കൻ എന്നിവ ഇതിൽ വന്ന് വീഴുകയും ഷീറ്റിൽ ഹോൾസ് വരുത്തുകയും ചെയ്യും. കൂടുതലായും പട്ടികളാണ് ഇത്തരത്തിൽ ഷീറ്റുകൾ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ സ്ട്രക്ചർ ചെയ്ത് ഷെയ്ഡ് നെറ്റ് അല്ലെങ്കിൽ UV ഷീറ്റ് ഫിക്സ് ചെയ്യുന്നത് ജലത്തിൻ്റെ ബാഷ്പീകരണം മൂലമുള്ള നഷ്ടം തടയുന്നതിന് സഹായിക്കുന്നു. കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് റോപ്പ് ലാഡറുകളാണ് ഉപയോഗിക്കേണ്ടത്. പോണ്ടിന് മുകളിലായി മരങ്ങളുടെ കമ്പുകൾ ഉണ്ടെങ്കിൽ വൃത്തിയാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കുളത്തിലേക്ക് കമ്പുകൾ ഒടിഞ്ഞു വീണ് ഷീറ്റ് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യം വളർത്തുമ്പോൾ ഷാർക്ക് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇവയുടെ സൈഡ് ഭാഗത്തുള്ള മുള്ളുകൾ ഷീറ്റിൽ ഡാമേജുകൾ വരുത്തുന്നു. ഷീറ്റിൽ വരുന്ന ഡാമേജുകൾക്ക് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ടാപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഹോട്ട് ഗൺ ഉപയോഗിച്ച് റിപ്പയറിംഗ് ചെയ്യാവുന്നതാണ്. പ്രകൃതിയുടെയും ജീവൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമായ ജലം, അത് സംരക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ വിൻ അഗ്രികോം.